സുപ്രീക്കും എൻ്റെ മോൾക്കും ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ബിക്കോസ് ഐ സ്റ്റേ അവേ ഫ്രം ഹോം എ ലോട്ട്. എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് മാസങ്ങൾ ഫാമിലിയെ കാണാൻ പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. നേരെ മറിച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ പോകാം ഒക്കെ. അപ്പം മോൾക്കൊക്കെ എന്നോട് ചോദിക്കും ഡയറക്ഷൻ ആണോ അടുത്ത അഭിനയമാണോ. അപ്പോൾ ബിക്കോസ് ഷീ തിങ്സ് ഡയറക്ഷൻ ആണെങ്കിൽ അയ്യോ ദേ വീണ്ടും പോയി എന്നുള്ളത്. സോ താങ്ക് യു ഫോർ പുട്ടിംഗ് അപ്പ് വിത്ത് ദി ആബ്സെൻസ്. താങ്ക് യു ഫോർ ഡീലിംഗ് വിത്ത് ആൻ ആബ്സെന്റി ഫാദർ ആൻഡ് ഹസ്ബൻഡ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, എൻ്റെ സുഹൃത്ത്, മൈ ബ്രദർ, മൈ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ. നമ്മൾ ഈ സിനിമയെ കുറിച്ച് നമ്മളിങ്ങനെ സ്വപ്നം കാണുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ കുറച്ച് എക്സെൻട്രിസിറ്റി ഉള്ള ആൾക്കാരാണ്, കുറച്ച് വട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുമായിരുന്നു എന്റെ അത്ര വട്ടുള്ള വേറെ ആരുമില്ലെന്ന്. എന്നേക്കാൾ വട്ടുള്ള ഒരാളുണ്ട് ആക്ച്വലി, അതാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ. ഞാൻ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആദ്യം ഇതിന്റെ ഐഡിയ പറയുന്നത് മുതൽ ഇത് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാകുന്ന ആള് എന്നെ സംബന്ധിച്ചിടത്തോളം ആന്റണി പെരുമ്പാവൂറാണ്. ഞാൻ എൻ്റെ ഒരു ഷൂട്ട് സ്ക്രിപ്റ്റ്, മുരളിയുടെ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാനും മുരളിയും കൂടെ ഒരു മൽപ്പിടുത്തമുണ്ട് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ ബോത്ത് ഓഫ് us are mutually on a same place. അപ്പോഴാണ് ഞാൻ എൻ്റെ നിർമ്മാതാവിനോടും എൻ്റെ മെയിൻ ലീഡ് സ്റ്റാറിനോടും സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഈ എംബ്രാന്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആന്റണിയോടും നറേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലാലേട്ടൻ ആസ് യൂഷ്വൽ ആന്റണി ആ കുട്ടി 5-6 ഹെലികോപ്റ്റർ ഒക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷെ ഈ അന്നത്തെ നറേഷനിൽ മൂപ്പർക്ക് മനസ്സിലായതാണ് ഈ സിനിമ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ബാക്കി വന്നിരുന്ന് പറയും, അണ്ണ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് ഒക്കെ ചോദിക്കുമെങ്കിലും ഞാൻ എപ്പോഴും പറയും, എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ പോലെ, എൻ്റെ ചീഫ് ടെക്നീഷ്യൻസിനെ പോലെ തന്നെ എൻ്റെ സിനിമ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പൊ താങ്ക് യു എന്നെ സഹായിച്ചത്. നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി ഒരു വലിയ പടമൊക്കെ ചെയ്യണം കേട്ടോ. അടുത്തത് അഫ്കോഴ്സ് എന്നെ എങ്ങനെ താങ്ക്സ് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ലാൽ സാറിനോട് ഞാൻ ഇപ്പൊ ലാലേട്ടനെ വിളിക്കും, ലാലേട്ടനോടാണ് ആക്ച്വലി. കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം. ഇതിപ്പോ ഈ പറയുമ്പോൾ ഭയങ്കര ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും. ഐ നോ ദർ ഇസ് എ ബിറ്റ് ഓഫ് എ ക്ലീഷേ ഇൻ ഇറ്റ്. പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ, അത് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എനിക്ക് സിനിമ എടുക്കാൻ അറിയോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഏതൊരു സീക്വൻസ് അതെങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ അതിന്റെ സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോ ശ്രീ ആന്റണി പെരുമ്പാവൂർ അണ്ണ ലാൽ സാർ ഒന്ന് വിളിക്കുന്നു പറയും. അപ്പോഴെനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ലാലേട്ടന്റെ ക്യാരവനിൽ പോകും. അപ്പൊ ലാൽ ചോദിക്കും, മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് മോനെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? അപ്പൊ എന്റെ നിർമ്മാതാവ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, ചേട്ടാ അത് ഇങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ആ സീക്വൻസിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറയും ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ചേട്ടാ. ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ട്, അയാൾക്ക് അത് ചെയ്തു കൊടുക്കുമോ? ഇമ്മീഡിയറ്റ്. അപ്പൊ അങ്ങനെ എന്നോടൊപ്പം ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല, ആക്ച്വലി എന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ 2 സിനിമകൾ എന്നോടൊപ്പം നിന്നത് ലാൽ സാറാണ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എന്റെ കരിയറിൽ ഐ ഹാവ് നോട്ട് ബീൻ പാർട്ട് ഓഫ് അനദർ ഫിലിം ദാറ്റ് has had to face so many obstacles from weather, right from our very first schedule in Leh Ladakh to our very last schedule in Palakkad, and in between this we pretty much travel around the world. Every country, every place we had run-ins with weather. Appo what happens is obviously a lot of money goes waste. പൈസ ഒരുപാട് ചെലവാകും, നമ്മൾ ഷൂട്ടിംഗ് ഇല്ലാതെ വലിയൊരു ക്രൂ വെറുതെ ഇരിക്കുന്നു, and a lot of time goes waste. അപ്പോ എക്സ്ട്രീംലി ബിസി ആയിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്. എൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻസിന്റെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്. ആഴ്ചകൾ ലാൽ സാറ് ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എന്നും രാവിലെ ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നില്ല, കാരണം ഭയങ്കര മഴയായിരിക്കും. അപ്പൊ ഞാൻ ലാൽ സാറിന്റെ റൂമിലേക്ക് ചെല്ലുന്ന ഇത് പറയാനാണ്, സാർ ഇന്നും ഷൂട്ടിംഗ് നടക്കില്ല, അപ്പൊ ഇന്ന് വർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളില് ഇത് ഓക്കെ, ഞാനിപ്പോ എന്തായാലും ഈ സിനിമയുടെ സംവിധായകൻ ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങൾ ഇടയുന്നാണല്ലോ വന്നത്.
അതിൻ്റെ ഒരു 5-ാമത്തെ 6-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ്. ഒരു ദിവസം ഞാൻ പോയിട്ട് സോറി ഇന്നും ഷൂട്ട് നടക്കില്ല. എന്നിട്ട് ആദ്യം പറഞ്ഞു മോനെ അത് കുഴപ്പമില്ല, മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനതൊന്നും ഒരിക്കലും മറക്കില്ല. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ ബിഗ് മെമ്മറി ഫോർ മീ ആസ് എ ഫിൽം മേക്കർ, ഇറ്റ് ഇസ് എ ലെസൺ ഫോർ മീ ആസ് എൻ ആക്ടർ. അപ്പോൾ താങ്ക് യു ലാലേട്ട ഫോർ ബീയിങ് ഹു യു ആർ. Lalet, without you, I don't know if any of this will happen. I don't know if I'll be a director ആകുമായിരുന്നു എനിക്കറിയില്ല. I keep saying I was an accidental director. മുരളി, my brother, വളരെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു വിഷയം പറഞ്ഞത് ഡയറക്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ഞാനത് ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ തന്നെ അത് ആന്റണി പെരുമാനോടും ലാൽ സാറിനോടും പിച്ച് ചെയ്യുന്നു. ലാൽ സാർ അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡയറക്ടർ ആയത്. സോ I completely owe my directorial career actually to Lal sir, Anthony and Murli.